ഹായ്, എങ്ങനെയാണ് ഒരു എക്സ്പാൻഷൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഉപയോഗിച്ച് ആദ്യം എക്സ്പാൻഷൻ പാക്ക് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സിപ്പ് ഫോർമാറ്റിലാണ് പൊതുവേ ഫയൽ അയക്കുന്നത്. കാരണം ഗൂഗിൾ ഡ്രൈവിലൂടെയോ വാട്സപ്പിലൂടെയോ നമ്മൾ ഫയൽ അയക്കുന്ന സമയത്ത് ഫയലുകൾ കംപ്രസ് ആകാനുള്ള സാധ്യതയുണ്ട്. എക്സ്പാൻഷൻ ഫയൽ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തതിനു ശേഷം കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അൺസപ്പോർട്ടഡ് ഫയൽ എന്ന് എഴുതി കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് വാട്സപ്പിലൂടെയോ മെയിൽ ചെയ്യുമ്പോഴോ ചെയ്യുന്നതിന് മുന്നേ ഡ്രൈവിൽ ഫയൽ സിപ്പ് ചെയ്ത് അതിന്റെ ക്വാളിറ്റികളൊന്നും നഷ്ടമാകാതെ ഫയലിന്റെ ഫോർമാറ്റ് ചേഞ്ച് ആകാതിരിക്കാനാണ് സിപ്പ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. ഫോണിലും കമ്പ്യൂട്ടറിലും ഏതിൽ വേണോ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുന്നു. ഞാൻ ഡൗൺലോഡ് ഓപ്പൺ ആക്കാൻ പോകുന്നു. ഡൗൺലോഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് കിടക്കുന്ന SX920 പാക്ക് ഇതിന് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺസിപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ അൺസിപ്പർ ആപ്പ് ഒരുപാട് അവൈലബിൾ ആണ്. ഏത് ആപ്പ് വേണോ ഉപയോഗിച്ച് ഈ ഫയലിനെ അൺസിപ്പ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാക്ട് ഹിയർ അല്ലെങ്കിൽ ഫയലിനെ ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ള ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്യാം. അതിൽ പാസ്വേഡ് ഉണ്ട്. ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഈ ഫയൽ ഓപ്പൺ ആകാൻ എൻ്റെ പാസ്വേഡ് ഉണ്ട്. അത് ഞാൻ പൊതുവേ എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും ആ പാസ്വേഡ് ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ശേഷം ആ ഫയൽ ഉണ്ടോ എക്സ്ട്രാക്ട് ആയി തൊട്ടപ്പുറത്ത് PPI ഫോർമാറ്റിൽ ആ ഫയൽ എക്സ്ട്രാക്ട് ആകുന്നുണ്ട്. അതായത് യമഹയുടെ പാക്ക് ഇൻസ്റ്റാളേഷൻ ഫയൽ, അതാണ് PPI. അപ്പോൾ ഈ പാക്ക് ഇൻസ്റ്റാളേഷൻ ഫയൽ USB ഡ്രൈവിലോട്ട് നമ്മുടെ പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്യാം. എൻ്റെ പെൻഡ്രൈവ് എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാൻ ഈ ഫയൽ നേരെ കോപ്പി ചെയ്യുന്നു. കഴിയേണ്ട പരമാവധി വേറെ ഇഷ്യൂ ഒന്നുമില്ലാതെ ഫയലൊന്നും ബ്രോക്ക് ആവാൻ സാധ്യതയില്ലെങ്കിലും കഴിയേണ്ട പരമാവധി ആ ഫയൽ എററാകുന്ന സംഭവിക്കാതെ തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. ഫയൽ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് പെൻഡ്രൈവ് ഊരിയതിന് ശേഷം നമുക്ക് കീബോർഡിൽ ഇൻസേർട്ട് ചെയ്യാം. പാക്ക് ഇൻസ്റ്റാളേഷൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുക. ഫയൽ കോപ്പി ചെയ്ത പെൻഡ്രൈവ് കീബോർഡിലോട്ട് കണക്ട് ചെയ്യുകയാണ്. യമഹയുടെ SX920 ആണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കീബോർഡ്. അതിൻ്റെ ഏത് USB പോർട്ടിൽ വേണമെങ്കിലും പെൻഡ്രൈവ് കൊടുക്കാം. ശേഷം ഞാൻ എക്സൈറ്റ് കൊടുക്കുന്നു. കണക്റ്റഡ് എന്ന മെസ്സേജ് കീബോർഡ് എഴുതി കാണിച്ചു. ശേഷം ഫംഗ്ഷൻ എടുക്കുന്നു. ഫംഗ്ഷൻ്റെ സെക്കൻഡ് പേജ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ എക്സ്പാൻഷൻ വരുന്നു. എക്സ്പാൻഷനിൽ പാക്ക് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യുന്നു. നിലവിൽ ഞാൻ മുന്നേ ചെയ്ത 2-3 പാക്കുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റായ പാക്ക് SX920 ആണ്. ഞാനത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ആദ്യം കാണിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ കീബോർഡിൽ മുന്നേ കിടന്ന എക്സ്പാൻഷൻ പാക്ക് ഞാൻ ഫോർമാറ്റ് ചെയ്യട്ടെ എന്ന് കീബോർഡ് ചോദിക്കുന്നതാണ്. അത് ഓക്കെ കൊടുക്കുക. ശേഷം നമ്മുടെ പുതിയ എക്സ്പാൻഷൻ പാക്ക് എക്സിക്യൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കും, ഓക്കെ കൊടുക്കുക. നിലവിൽ എക്സ്പാൻഷൻ പാക്ക് ഒന്നുമില്ലാത്ത കീബോർഡ് ആണെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യം കീബോർഡ് ചോദിക്കില്ല. പകരം ആദ്യം തന്നെ എക്സ്പാൻഷൻ ഇൻസ്റ്റാൾ ചെയ്തോട്ടെ എന്നൊരു മെസ്സേജ് വരും. എക്സിക്യൂട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അല്പം സമയമെടുക്കും ഇത് ഇൻസ്റ്റാൾ ആകാനായിട്ട്. ആ ഇൻസ്റ്റാൾ ആകുന്ന സമയത്ത് ഒരു കാരണവശാലും കീബോർഡിന്റെ പവർ ഓഫ് ആകാൻ പാടില്ല. ഓഫ് ആയി കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാളേഷനെ ബാധിക്കും. പാക്ക് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ശേഷം പറ്റുമെങ്കിൽ കീബോർഡ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണത് നല്ലതാണ്. അല്ലെങ്കിൽ ഓക്കെ കൊടുത്ത് എക്സിറ്റ് കൊടുത്ത് നമുക്ക് ബാക്ക് വരാം. എക്സ്പാൻഷൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കണ്ടോ എക്സ്പാൻഷൻ പാക്ക് വന്നിട്ടുണ്ട്.